Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. സൗണ്ട് ഇല്ലല്ലോ. മാം വന്നോ? എനിക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ല. മാം വന്നിട്ടില്ലല്ലോ. ശരണ്യ മാം അല്ലേ? അതെ അതെ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. Good evening, ma'am. ഗുഡ് Good ഈവനിങ്. evening, ma'am. Good evening, ma'am. Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ Good evening, madam. ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് പ്രേയർ? നിഷ, ആർ യു റെഡി? നിഷ. Good evening. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പ്രേയർ ആരാണ്? റുബിയ. രോഹിണി. രോഹിണി, ആർ യു റെഡി? Ma'am. നിഷ. നിഷ റെഡിയാണോ? നിഷ. ഞാൻ പറയട്ടെ മാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പേരെന്താ? ശ്വേത. ശ്വേത. ഓക്കെ ഓക്കെ, ശ്വേത. Oh God, help me always to do good. Oh God, give me a grateful heart. Oh God, thank you for the gift of my parents. Oh my God, help me to practice good habits and be wiseful and holy. Oh God, give me the courage to be truthful. Oh my God, teach me to love and care for everyone. Oh God, teach me to be polite and gentle. Oh Lord, bless my country and all its leaders. Oh God, help me to keep the earth clean and beautiful. Oh God, thank you for giving me good health. Thank you. ഓക്കെ ഓക്കെ ശ്വേത. നമ്മുടെ സ്ക്രീൻ ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു? ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു? ജിംഷ. ഹെറിഡിറ്ററി, then ക്ലിയർ ആയില്ലായിരുന്നു. എന്തായിരുന്നു? ഹെറിഡിറ്ററി, പിന്നെന്തായിരുന്നു? Environment. എൻവയോൺമെന്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഹെറിഡിറ്ററിയിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും? ഓക്കെ, ദെൻ പിന്നെ എൻവയോൺമെന്റിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഓക്കെ സരീന, റെക്കോർഡഡ് ക്ലാസ് കാണട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ 2 ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു.
ഹെറിഡിറ്ററിയും എൻവയോൺമെന്റും. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? പാരമ്പര്യം. ഓക്കെ, ഇപ്പോ ഹെറിഡിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? പാരമ്പര്യമായിട്ട് ഉള്ള രോഗങ്ങളൊക്കെ. കുട്ടികളുടെ അസുഖങ്ങൾ കുട്ടികളെ ബാധിക്കാം അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? ശരീര വളർച്ച. ഓക്കെ, ചിലപ്പോ പാരമ്പര്യമായിട്ട് ആ കുട്ടിക്ക് എങ്ങനെയായിരിക്കും? തിന്നായിരിക്കും. ചിലപ്പോ നല്ല ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഉള്ളവരായിരിക്കും പാരമ്പര്യമായിട്ട്. നമ്മൾ പറയാറില്ലേ ടാലന്റുകൾ വല്ലതുണ്ടെങ്കിൽ കിട്ടും. അതെ, ടാലൻസ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ചിലപ്പോ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറയും. ഓക്കെ, ഏതൊക്കെയാണ്? സ്കിൻ, ചിലപ്പോ ഐസിന്റെ കളറ്, ഹെയറിന്റെ കളറ്. ഓക്കെ, അതെ, ഓരോ സ്കിൽസുകള്. ഓക്കെ, പാടാൻ, ഡാൻസ്. എന്തോ അസുഖങ്ങൾ കിട്ടൂലേ പാരമ്പര്യമായിട്ട്? അസുഖങ്ങള്? ഓക്കെ, ഡിസീസ്, അസുഖങ്ങൾ വരുന്നുണ്ട് പാരമ്പര്യമായിട്ട്. ഒരു കുട്ടിയെ അഫക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരം കഴിവുകൾ നേടുന്നുണ്ട്. ഓക്കെ, ഇനി അത് ഓക്കെ, സ്വഭാവം. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? ഇനി അത് പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ കുട്ടിയുടെ ഹെറിഡിറ്ററി ഭാഗമായിട്ട് ആ കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പൊല്യൂഷൻ, ക്ലൈമറ്റ്, പിന്നെ ബിഫോർ ഡെലിവറിയും ആഫ്റ്റർ ഡെലിവറിയും ആഫ്റ്റർ ഡെലിവറി, പ്രീനേറ്റലും പോസ്റ്റ് നേറ്റലും. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റേജസിൽ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടി അഫക്ട് ചെയ്യുന്നുണ്ട്? പ്രീനേറ്റൽ, അതായത് ബിഫോർ ഡെലിവറി, ഡെലിവറിക്ക് മുൻപുള്ള ആ ഒരു മ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? ഓക്കെ, അപ്പൊ പ്രീനേറ്റൽ അല്ലെങ്കിൽ ഡെലിവറിക്ക് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ഒരു കുട്ടി അഫക്ട് ചെയ്യുന്നുണ്ട്? മദറിന്റെ സിറ്റുവേഷൻസ്. ഓക്കെ, ഹെൽത്ത് കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അതെ, ആൽക്കഹോൾ, പിന്നെ എന്തൊക്കെയാണ്? സ്മോക്ക്, മെന്റൽ കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ഇമോഷൻസ്. ഇമോഷൻസ്. ഓക്കെ, ദാറ്റ്സ് മെന്റൽ കണ്ടീഷൻ. ഓക്കെ, ദെൻ തോട്ട്സ്, ചാപ്റ്റർ. ഓക്കെ, ഇത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, യൂണിറ്റ് 1. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് പാർട്ട് 2 ആണെന്നല്ലേ പറഞ്ഞത്? പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, യൂണിറ്റ് 1. ഓക്കെ നമിത. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? അമ്മ കഴിക്കുന്ന ഫുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? പെസ്റ്റിസൈഡ്സ് ഒക്കെ ടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഫക്ട് ചെയ്യാൻ കുട്ടിയെ. പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ സ്മെല്ലൊക്കെ ഇല്ലേ? പെസ്റ്റിസൈഡ്സ്. ഓക്കെ, അതൊരു റീസൺ ആണ്. ആക്സിഡന്റ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് കുട്ടീനെ ബാധിക്കും. എന്താണ് ഐസൊലേഷൻ? ക്ലിയർ ആയില്ല അത്. ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോഴേ എന്തെങ്കിലും. ഓക്കെ, ആക്സിഡൻസ് ഒക്കെ കുട്ടിയെ വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു? പോസ്റ്റ് നേറ്റൽ, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം കുട്ടി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മൊബൈൽ റേഡിയേഷൻ. പോസ്റ്റ് നേറ്റൽ, ആഫ്റ്റർ ഡെലിവറി ഫാമിലി ഇഷ്യൂസ് എഫക്ട് ചെയ്യും കുട്ടീനെ. കുട്ടിയെ വളരെയധികം അഫക്ട് ചെയ്യും. ഫാമിലി ഇഷ്യൂസ്. ഓക്കെ, വെരി ഗുഡ്.
പിന്നെ വാക്സിനേഷൻ ഒക്കെ കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വാക്സിനേഷൻ എടുക്കണം. ദെൻ പിന്നെ എന്താണ് ലിവിങ് കണ്ടീഷൻ, ആ കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻ ആ കുട്ടിയുടെ ഇമോഷൻസിനെയും ആ കുട്ടിയെയും വളരെയധികം അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കായി അവന്റെ സറൗണ്ടിങ്സ് അവനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂട്രീഷ്യസ്, ഓക്കെ, പോഷകാഹാരങ്ങൾ. ഓക്കെ, ദെൻ പിന്നെന്താണ് അസുഖങ്ങളുള്ള അതെ, അസുഖങ്ങൾ ആ കുട്ടിയുടെ വളർച്ചയെ അഫക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആയിരുന്നു അല്ലേ? ദ നെക്സ്റ്റ് പോയിന്റ് ആണ് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്. എന്താണ് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം കുട്ടി അഫക്ട് ചെയ്യുന്നത് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റില്? വീട്ടിലെ ആൾക്കാരുടെ ഒരു സ്വഭാവം, ആറ്റിറ്റ്യൂഡൊക്കെ, കുട്ടി കേട്ട് വളരുന്ന കാര്യങ്ങള്, ചുറ്റുപാടുള്ളവര് ചെയ്യുന്ന കാര്യങ്ങള്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? പൊല്യൂഷൻ, പിന്നെന്തൊക്കെയാണ്? ഒരു ഫാമിലി അവരുടേതായ കൾച്ചർ കൊണ്ടുപോകുന്നുണ്ടാവും, അത് ചിലപ്പോ കുട്ടിയെ ബാധിക്കാം. കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാവാം, ഇങ്ങനെ ചെയ്യരുത്, ആരൊക്കെയാണ് കുട്ടിയുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആരൊക്കെയായിരിക്കും? ഫാദർ, മദർ, ഫാമിലിയിലുള്ളവര്, ഫാമിലി. ഫാമിലിക്ക് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഫാമിലി മാത്രമാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്. ഗീതു കണ്ടിന്യൂ. ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം? ഫാമിലി. ഓക്കെ, ഫാദർ, മദർ. ഓക്കെ, ഫാമിലി. ദെൻ ഫ്രണ്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ ടീച്ചേഴ്സ്. ഓക്കെ, ദെൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആരായിരുന്നു അത് ഷെയർ ചെയ്തത്? സോഷ്യൽ മീഡിയ കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പലതരം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പലതരം ആളുകൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ടൈമിൽ പലതരം ആളുകൾ അല്ലെങ്കിൽ പലതരം സിറ്റുവേഷൻസ് കുട്ടിയെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാരന്റ്സ് പറഞ്ഞു, ഫാമിലി പറഞ്ഞു. എങ്ങനെയാണ് ഫാമിലി കുട്ടിയുടെ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫാമിലി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പറയൂ നിഷ പറയൂ. നിഷ. ഫാമിലി, നമ്മൾ ഫാമിലിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ കുട്ടികൾ കണ്ട് പഠിക്കുകയും വളരുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കുട്ടികളെ നല്ലതും ചീത്തയും തിരിച്ചറിയാനും ഒക്കെ സഹായിക്കും. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഗീതു, ഇനി അത് പോയിന്റ് ഫാമിലി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടിയുടെ ഇമോഷൻസ് ഡെവലപ്മെന്റിന്റെ സമയത്തും അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ടൈമിലും? പാരന്റ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റൊക്കെ കുട്ടി അത് കണ്ടാവും പഠിക്കുക. ഗ്രാൻഡ് പാരന്റ്സിനോട് പെരുമാറണതായാലും അവരത് കാണുമ്പോ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അത് കുട്ടി ഒരു ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? മറ്റുള്ളവരെ എങ്ങനെ ഒബേ ചെയ്യണം. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം പഠിക്കുന്നത്? ഫാമിലിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഒരു കുട്ടി പഠിക്കുന്നത്? പിന്നെ ഹൈജീന്. ഓക്കെ, സിജി എന്താ പറഞ്ഞത്? സിജി മാം, കുറെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങിയിട്ടില്ലേ? ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സിനെ പാരന്റ്സ് ട്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ട് കുട്ടി അതുപോലെ ചെയ്യുന്നത്, അതായത് നിങ്ങളും വലുതാവുമ്പോ ഞാൻ അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് അവർക്ക് നല്ലൊരു പാഠമായിരിക്കണം നമ്മൾ ചെയ്യുന്നതൊക്കെ, അല്ലാതെ അവർക്ക് അതൊരു ഫോൾസ്. യെസ് മാം, കണ്ടിന്യൂ. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ സജന, പറഞ്ഞോളൂ. നമ്മള് കുട്ടികളായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളായിട്ട് എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനൊക്കെ ഒരു ഇടം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് കാര്യം നമ്മൾ പറയുമ്പോൾ അവര് ആ പേരൻസ് കുട്ടി അങ്ങനെയുള്ള റിലേഷൻ വിട്ട് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് മാറും. പിന്നെ അവരുടെ ഉള്ളിലുള്ള എന്ത് കാര്യങ്ങളും നമ്മളായിട്ട് സംസാരിക്കാൻ അവര് തുറന്ന് സംസാരിക്കുന്ന ഒരു രീതിയായിരിക്കും. ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അത് ഫാമിലിക്ക് പറ്റും അല്ലെ? പാരന്റ്സിന് പറ്റും. അതുപോലെ തന്നെ പറഞ്ഞോളൂ.
പിന്നെ അതുപോലെ തന്നെ നമ്മള് നല്ല കാര്യങ്ങളൊക്കെ അവര് സ്കൂളിൽ വിടുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ അവര് അതുപോലെ തന്നെ അത് അവരുടെ ജീവിതത്തിലേക്കും അതായത് അവരുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ഇടയിലുള്ള സമൂഹത്തിലേക്ക് അവർ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിൽ അവരത് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് ഇപ്പൊ നമുക്ക് ഒരു ദിവസം വയ്യാണ്ടായാലും പിറ്റേ ദിവസം അതുപോലെ തന്നെ അവർ ആ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്ത് അവര് സ്കൂളിലേക്ക് പോകാനൊക്കെ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുക്കാനൊക്കെ പഠിക്കും. അവർ ഇൻഡിപെൻഡന്റ് ആവാൻ ട്രൈ ചെയ്യും അല്ലേ? ചെറിയ പ്രായത്തിലെ അവരവരുടെ കാര്യങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, വെരി ഗുഡ് സജന, വെരി ഗുഡ്. എനി അതർ പോയിന്റ്? മിസ്സേ, എന്റെ കുട്ടിക്കാലത്ത് ഇപ്പൊ അമ്മമാര് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, അല്ല എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അത് ചെയ്തിരുന്നു, ഇത് ചെയ്തിരുന്നു, അങ്ങനെ. പക്ഷെ ആ കുട്ടികളുടെ അങ്ങനെ പറയാണ്ടിരുന്ന അവർക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടാണ്ട് അവരായിട്ട് വളർത്തുക. അവർക്ക് ക്രിയേറ്റീവ്സ് ഉണ്ടാവും, അവർക്ക് എന്താ അംബിഷൻസ് ഉണ്ടാവും. എന്റെ അമ്മയും പറയുന്ന ഡയലോഗ് തന്നെ, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, നീ അതുപോലെ ആവണം എന്നാ പറയാം. പക്ഷെ അവര് അങ്ങനെ ആക്കാണ്ട് അവരായിട്ട് വളർത്തുക, അതൊരു ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ലേ? അവർ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കട്ടെ അല്ലേ? അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. മാം, പിന്നെ അവർക്ക് ഓരോ സംശയങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക്. അവർ വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ അവർക്ക് നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർ ഫ്രണ്ട്സിനെ അന്വേഷിച്ചോ അല്ലെങ്കിൽ വേറൊരു തേർഡ് പേഴ്സൺ അന്വേഷിച്ചോ അവർ പുറത്തു പോയി നോക്കില്ല. ചിലപ്പോൾ അങ്ങനെ പുറത്തു പോകുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഫോൾസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കാം. അത് അത്രത്തോളം നല്ലതല്ല. അപ്പൊ നമ്മള് എന്ത് സംശയം ചോദിച്ചു വന്നാലും നമുക്ക് അവർക്ക് എപ്പോഴും നമ്മളൊരു ടൈം കൊടുക്കണം അതിനുള്ളൊരു ആൻസർ കൊടുക്കാനായിട്ട്. അതെ, ഗുഡ് എക്സാമ്പിൾ ആയിരിക്കണം നമ്മളല്ലേ? നല്ലൊരു ഗുഡ് ഫ്രണ്ട് ആയിരിക്കണം അവർക്ക് അല്ലേ? അവർക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും ആദ്യം നമ്മളുടെ അടുത്തേക്ക് ഓടിയെത്താനുള്ളൊരു. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. എന്തായിരുന്നു? പിന്നെ എനിക്ക് തോന്നിയത് പലരും പറയും കുട്ടികള് നീ ഇപ്പൊ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാറായിട്ടില്ല എന്നൊക്കെ പറയണായിട്ട്. അപ്പൊ ഒരുവിധം തിരിച്ചറിവ് ആവുമ്പോ തൊട്ട് അവരുടെ ഒപ്പീനിയനും ഒരു സ്പേസ് കൊടുക്കണം ഫാമിലിയിൽ. അപ്പൊ വീണ്ടും അവർക്ക് അതൊരു നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും അത് അവർക്ക് നമ്മുടെ അവരുടെ ഒപ്പീനിയനും കൺസിഡർ ചെയ്യണം. ഏതൊരു കാര്യത്തിലായാലും, ഇപ്പോൾ ചെറിയൊരു കാര്യത്തിലാണെങ്കിലും അവരുടെ ഒപ്പീനിയൻസും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ഒക്കെ എല്ലാത്തിനും നമ്മൾ വാല്യൂ കൊടുക്കണം. വെരി ഗുഡ് ഗീതു. മാം, എന്റെ മോള് രണ്ടാമത്തെ ആള് എന്നോട് ചോദിച്ചു, ഈ നമ്മുടെ ടിവിയിൽ പരസ്യമൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത് എന്താണ് സാനിറ്ററി പാഡ് എന്ന് കാണുമ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പൊ അവള് പറയും ഞാൻ സ്നഗ്ഗി ആണെന്നൊക്കെ പറയും. ഞാൻ കുറെ ദിവസം ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ എന്റെ അടുത്തല്ല, ആള് ചേച്ചിയുടെ അടുത്താണ് വർത്താനം. അപ്പൊ ഒരു ദിവസം ഞാൻ ഇരുന്നപ്പോ എന്നോട് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഇത് എല്ലാ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ളതാണ്, മോന് ആ പ്രായമാവുന്നതിന് മുന്നേ അമ്മ മോക്ക് പറഞ്ഞു തരാം, ഇങ്ങനെ ആരുടെയും മുന്നിൽ വെച്ച് കളിയാക്കരുത് ചേച്ചീനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവൾക്ക് മനസ്സിലായി. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയില്ല. അതെ, വെരി ഗുഡ് സിജി, വെരി ഗുഡ് സിജി. അപ്പൊ ഇങ്ങനെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? ഇതേപോലെ നമ്മൾ അവർക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും അല്ലേ? പിന്നെന്തൊക്കെയാണ്? അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രൈസ് ചെയ്യുക അല്ലെ? ഓരോ പ്രശംസിക്കുക. ഓരോ കാര്യം, ഒരു ചെറിയ കാര്യമാണെങ്കിലും അവൻ തനിയെ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻകറേജ് ചെയ്യുക. ഓക്കെ, ഓരോ ഗുഡ് ഹാബിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇപ്പോ മെയിൽ ഫീമെയിൽ അല്ലാണ്ട് ഇപ്പോ ട്രാൻസ്ജെൻഡർ വിഭാഗം, അപ്പൊ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ അങ്ങനെ ഒരു മൂന്നാമതൊരു വിഭാഗം വളരെ ജനറലായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അവരെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും. അപ്പൊ ഇനിയുള്ള തലമുറയെങ്കിലും അതും അംഗീകരിച്ച് ഉൾക്കൊണ്ട് വളരാനായിട്ടൊരു അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം അല്ലേ? ഈ വേൾഡിലുള്ള എല്ലാവരെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഓക്കെ, അത് പാരന്റ്സിന് കഴിയുമല്ലേ? ചെറുപ്പത്തിലെ പറഞ്ഞ് നമുക്ക് അവരെ അത്തരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാം. പിന്നെന്തൊക്കെയാണ്? ഈ ലവ് പോലുള്ള ഇമോഷൻസ് മാക്സിമം അവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്ത് അവരെ മനസ്സിലാക്കിക്കുക. ഇന്നലെ നാളെ അവർക്കത് കാണുമ്പോ അയ്യേ ഇതെന്താന്ന് അറിയാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ആവാണ്ടിരിക്കുക.
വെരി ഗുഡ്. ആരായിരുന്നു ഷെയർ ചെയ്തത് ആ പോയിന്റ്? അനശ്വര. പേര് പറയൂ. എന്താ? അനശ്വര. ഓക്കെ ഓക്കെ. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചില പാരന്റ്സ് ഒക്കെ നമ്മളോട് എല്ലാവരോടും ലവ്സ് അല്ലെങ്കിൽ പല ഇമോഷൻസും പുറമെ എക്സ്പ്രസ് ചെയ്യാറില്ല അല്ലേ? എല്ലാവരും അല്ല കേട്ടോ. പാരന്റ്സ് പല ഇമോഷൻസും മെയിൻലി ഫാദേഴ്സ് ആയിരിക്കാം, അല്ല അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല പുറമെ. അതെന്താണ്? അത് നല്ലൊരു കാര്യമാണോ അത്? അനശ്വര പറഞ്ഞപ്പോ അതൊരു പോയിന്റ് ഓർമ്മ വന്നുകൊണ്ട് ചോദിക്കുന്നതാ. അല്ല മാം, നമ്മൾ സ്നേഹിക്കുന്നതും അവരെ മുന്നിൽ വെച്ചായിരിക്കണം, വഴക്കിടുന്നതും അവരെ മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കണം. അവരറിയണം രണ്ടും കൊണ്ടുപോകുന്നതാണ് ഒരു ഫാമിലി. വഴക്കിടല് ചിലപ്പോ നമ്മള് ആരെയും നോക്കാറില്ല, അവരുടെ മുമ്പിൽ വെച്ചായിരിക്കും. പക്ഷെ സ്നേഹിക്കണത് അത്യാവശ്യം കണ്ടു വളരണം. ചെയ്യാറില്ലല്ലേ? അതെ. കോംപ്രമൈസ് അവർക്ക് മനസ്സിലാക്കണം. കോംപ്രമൈസ് എന്ന് പറഞ്ഞ സംഭവം അവർക്ക് മനസ്സിലാക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ് അനശ്വര. ദെൻ പോയിന്റ്, നമ്മൾ പേരൻസ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് പ്രകടിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവർ ആ ഒരു സ്നേഹം അവർ വേറെടുത്ത് തേടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ ഉള്ളിലുള്ള പല ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം പുറത്ത് അല്ലേ? എന്നാലല്ലേ അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായിരുന്നു മാം? കുട്ടികളുടെ മുന്നേ വെച്ച് മാക്സിമം ബാഡ് വേർഡ് യൂസ് ചെയ്യാതിരിക്കുക. അവരെയും അതേ കൂട്ട് തന്നെ ബാഡ് വേർഡ് വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ അബ്സോർബ് ചെയ്യുന്ന കുട്ടികളെല്ലാവരും ഒരു സ്പഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കുട്ടികൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അവരെല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യും അതേപോലെ തന്നെ. അത് അവരുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യും അല്ലേ? എത്ര നാള് കഴിഞ്ഞാലും അത് അവരുടെ ഉള്ളിൽ ഉണ്ടാകും. ഓക്കെ ടീച്ചർ, അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കാൻ നമ്മള് എങ്ങനെയാണ് മുതിർന്നവരോട് ബഹുമാനം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് അവരെ കാണിച്ചു തന്നെ പഠിപ്പിക്കുക. അതെ, നമ്മുടെ പാരന്റ്സിനോട് എങ്ങനെയാണോ ബിഹേവ് അതുപോലെ നമ്മളെപ്പോഴും അവരെ സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം. എന്നിരുന്നാലും തെറ്റ് കണ്ടാൽ ഇന്ന രീതിയിൽ നിങ്ങളെ വഴക്ക് പറഞ്ഞ് ശിക്ഷിക്കണം എന്നുള്ള ഇത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി മക്കളെ വളർത്തണം. അല്ലാതെ എപ്പോഴും തെറ്റ് ചെയ്താലും ചില പാരന്റ്സിനെ കണ്ടുള്ള സാരില്ല, അപ്പൊ അതൊരു ശരിയായ പ്രവണതയല്ല. തെറ്റ് കണ്ട തെറ്റാണ് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, വെരി ഗുഡ് രമ്യ, വെരി ഗുഡ്. പിന്നെ മാം, PPന്ന് പറഞ്ഞ ഇക്വാലിറ്റി എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതായത് പല വീടുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലേ? മറ്റേ ഫാമിലി ബാക്ക് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? അഞ്ജു, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. അഞ്ജു കണ്ടിന്യൂ. അഞ്ജു എന്തായിരുന്നു പറഞ്ഞത്? ക്ലിയർ ആയില്ലായിരുന്നു. ഇക്വാലിറ്റിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്, റൈറ്റ്? Are you there, അഞ്ജു? അഞ്ജു ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ പൊളിറ്റിക്കൽ സയൻസ്, ഞാൻ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങൾ പഠിച്ചൊരു ഇതെന്ന് വെച്ചാല് ഒരു കുട്ടിയാണെങ്കിലും ജനിച്ചപ്പോ തന്നെ അവർക്ക് റൈറ്റ്സ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇവിടെ ആർക്കും അറിഞ്ഞൂടാ നമുക്ക് ഇന്ന പോലെ ഇത്രയും റൈറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നമ്മളൊരിക്കലും ആരിലും ഡിപ്പെൻഡഡ് അല്ല എന്ന് അങ്ങനെ ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ അമ്മമാർക്ക് ചോദിച്ചാലും അവർക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ എന്റെ ഏജിലുള്ള ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്കും അറിഞ്ഞൂടാ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. നമ്മള് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഇന്ത്യയെ പറ്റി ഒരു ഏകദേശ ധാരണ എത്തിക്കുക. അത് കുട്ടികളിൽ ഇപ്പൊ ആരെങ്കിലും അനാവശ്യമായിട്ട് കയറി പിടിക്കുകയാണെങ്കിൽ തന്നെ വീട്ടിൽ പറഞ്ഞാലും ചില വീട്ടുകാർ പറയും, അയ്യോ അത് ഭാവിയിലത്തേക്ക് പ്രശ്നമാവും, കുട്ടീനെ മറച്ചു വെക്കണമെന്ന്. മറ്റുള്ളവരെ അറിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് മറച്ചു വെക്കും. പക്ഷെ അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി റൈറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഒരാൾക്ക് പറ്റിയ അബദ്ധം, റെഗുലേഷൻസ് ഉണ്ട് അല്ലേ? അതെ, ഒരാൾക്ക് പറ്റിയ അബദ്ധം
ആരും യൂസ് ചെയ്യുന്നില്ല. ഒരാൾക്ക് പറ്റിയ അബദ്ധം മറ്റുള്ളവർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി അതിനപ്പം തന്നെ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കുന്നതിന് പകരം മറച്ചു വെക്കുക ചെയ്യണം. അതെ അതെ, അതിനെപ്പറ്റി കുട്ടികൾക്ക് ഒരു അവയർനെസ് ചെറുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതല്ലേ. അത് ആർക്കാ കഴിയുന്നത് അവയർനെസ് കൊടുക്കാനായിട്ട്? പേരൻസിന് ഇതിനെപ്പറ്റി അവയറാണ്. ഇതിനെയാണ് ആദ്യം അവെയർ ചെയ്യേണ്ടത് അല്ലേ? പിന്നെ സൊസൈറ്റിക്കും പൊതുവെ സൊസൈറ്റിക്കെല്ലാം അറിയാം, പക്ഷെ എന്നാലും സൊസൈറ്റി അങ്ങനെയല്ല. കുറ്റകൃത്യങ്ങൾ വരുമ്പോ അതിനെപ്പറ്റി ഒന്ന് പരസ്പരം സംസാരിച്ച് അവിടെ തീർക്കും. അല്ലാണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരാണ് പെണ്ണിനോട് തെറ്റ് കാണിച്ചാലും ഈ സമൂഹം എന്നും കുത്തണത് പെണ്ണിനെ ആയിരിക്കുമല്ലോ മാം. അവളുടെ ഭാഗത്താണ് റൈറ്റ് എങ്കിൽ പോലും സമൂഹം ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റിയാണ് പെണ്ണുങ്ങളോട് കാണിക്കണത് തന്നെ. ആ ഒരു ഇത് മാറണം. അതെ അതെ, ആ ഒരു കാഴ്ചപ്പാട് മാറണം. അത് വീട്ടിൽ നിന്ന് തന്നെ വരണം മാം. പിള്ളേരെ നമ്മള് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ അവരെ പറഞ്ഞ് വലുതാക്കണം. അതായത് നമ്മൾ വലുതായാലും ആൺകുട്ടികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആൺകുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മള്. ഒന്നുകൂടി പറയാവോ? ക്ലിയർ ആയില്ലായിരുന്നു, അത് ബ്രേക്ക് ആയി പോയായിരുന്നു. അല്ല മാം, നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ നമ്മള് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വീട്ടിൽ നമ്മുടെ മക്കളെ, അതായത് നമുക്കിനി കഴിഞ്ഞു പോയ ജനറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാവുന്ന ആൺകുട്ടികളെ നമ്മൾ പറഞ്ഞ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. വലുതായാലും നമ്മള് അവരെ നമ്മളുടെ ഇതായിട്ട് കാണണം. അല്ലാതെ നമ്മൾ അവരെ നമ്മുടെ താഴെയാണെന്ന് വിചാരിച്ച് ചെയ്യരുത്. ഈക്വാലിറ്റി അവർക്ക് കൊടുക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം ആൺപിള്ളേർക്ക്. അപ്പൊ പിന്നെ അവര് വലുതനുസരിച്ച് അവർക്ക് വ്യത്യാസം ഉണ്ടാവും. അതെല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി ഉണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ, ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. ഇത് ഫാമിലിയിൽ നിന്ന് തന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച് വിടേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ അച്ഛനും അമ്മ അങ്ങനെ തന്നെ ഈക്വൽ ആയിട്ട് അവരോട് പെരുമാറണം എന്ന് തോന്നുന്നു. ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള വീട്ടില് ജോലികളാണെങ്കിലും ഷെയർ ചെയ്ത് ചെയ്യിക്കാനും ഇപ്പോഴും ഉണ്ട് പല വീട്ടില്. ഇപ്പോഴുണ്ട്. ഓക്കെ. മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അല്ലേ? ഓക്കെ, ശ്രുതിയുടെ ഒപ്പീനിയൻ എന്താണ്? നമ്മുടെ ഈ വീടുകളിൽ ഇപ്പൊ എന്തെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെ ഒരു ഇരുട്ട് റൂമിലോട്ട് പോകുമ്പോൾ നമുക്ക് എണ്ണീറ്റ് പോയി അവരെ വിളിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയും അവിടെ ഭൂതമുണ്ട്, പ്രേതമുണ്ട്, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ തടയും. പക്ഷെ അത് ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അത് കുഞ്ഞിനെ മുതൽ ഇങ്ങനെ അതുണ്ട് ഇതുണ്ട് പല ആൾക്കാരും പറയുന്നത് കേട്ടായിരിക്കും എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെങ്കിലും അവർ ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ പറയത്തില്ല, ഓരോ സ്ഥലത്തൊക്കെ പോകാൻ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ വിടുക. അല്ല നമ്മളുടേതായ രീതിയിൽ അവരെ പിടിച്ചു വെക്കാൻ ഒരിക്കലും നോക്കരുത്. അതെ, വെരി ഗുഡ്. പലതരം ഫാക്ടേഴ്സും അല്ലേ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റും സറൗണ്ടിൽ നിന്ന് കേൾക്കുന്ന പലതരം ഫാക്ടേഴ്സ് നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യും. എത്ര നാൾ കഴിഞ്ഞാലും അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അല്ലേ? പെട്ടെന്നൊന്നും മറന്നു പോയില്ലേ. ഇപ്പം ചിലപ്പോൾ ഒറ്റയ്ക്ക് രാത്രി ഇരിക്കുന്ന സമയത്തായിരിക്കും അയ്യോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഓക്കെ. Then പിന്നെ ഈ കാസ്റ്റിസം ഇപ്പൊ ഇല്ല, പക്ഷെ എന്നാലും ഒരു കുരിശിട്ട കുട്ടീനെ കാണുമ്പോൾ പറയും ആ കുട്ടി ക്രിസ്ത്യാനിയാണെന്ന് പറയും. ചന്ദനക്കുറി ഇട്ട കുട്ടീനെ കാണുമ്പോൾ ഉടനെ പറയും അവള് ഹിന്ദുവാണ് അല്ലെങ്കിൽ അവൻ ഹിന്ദുവാണെന്ന് പറയുന്ന രീതി ഇപ്പോഴും ഉണ്ട്. തട്ടയിട്ട പെൺകുച്ചൊരു ആ കൊച്ചു ഉറപ്പായിട്ടും മുസ്ലിം തന്നെയാണ്. ചിലപ്പോ ചിലരുണ്ടായാലും അതിനെയൊക്കെ നേരത്തെ കെട്ടിച്ചു വിടുമെന്ന് പറയും. അങ്ങനെയും കൂടെ പറയേണ്ട ഡയലോഗ് ഉണ്ട്. ഈ കാസ്റ്റിസം ഇപ്പോഴും ഉണ്ട്. കാസ്റ്റിസം എങ്ങാനും ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുവാണെങ്കിൽ അവിടെ കുറ്റവാളികളാവും. അതെ, കുട്ടികൾ അതൊന്ന് സൊസൈറ്റിന്ന് മാറണം.
അത് കുട്ടികളിലും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടി വരുവാണെങ്കിൽ പേര് കേൾക്കുമ്പോ തന്നെ ഹിന്ദുവിലുള്ള പേരായിരിക്കും അല്ലെങ്കിൽ ഇന്ന പേരായിരിക്കും, പക്ഷെ അവിടെ പറയണത് ആ കുട്ടി ക്രിസ്ത്യൻ പേര് ഇട്ടെന്നാ പറയാ. അങ്ങനെ ഒരു ക്രിസ്ത്യൻ പേര്, മുസ്ലിം പേര്, ഹിന്ദു പേര് അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ പേരൻസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പേര് നമ്മൾ മക്കൾക്കുണ്ട്, അത് അവിടെ കൊണ്ട് തീർന്ന്. അതുണ്ട്. നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി അല്ലേ? മാറ്റേണ്ടത് അല്ലേ? ഇനിയുള്ള ജനറേഷനെങ്കിലും അത് മാറ്റാൻ ശ്രമിക്കണം. അതിനുള്ള നോളജ്, അതിനുള്ള അവയർനെസ് നമ്മൾ ചെറുപ്പത്തിലേ കൊടുത്തിട്ടുണ്ടാകണം കുട്ടികൾക്ക്. ഓക്കെ. എന്തായിരുന്നു ഷെയർ ചെയ്തത്? കളർ, സ്കിൻ കളർ. ഓക്കെ, സ്കിൻ കളർ എന്താണ് അതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ? അതൊക്കെ ഇപ്പൊ നേരത്തെ സിജി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തലമുറയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മക്കളെങ്കിലും നമുക്ക് അങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കണം. എല്ലാ തരത്തിലുള്ള എന്താ പറയാ ഈ താരതമ്യങ്ങളൊക്കെ മാറ്റിയിട്ട്. ഓക്കെ. അപ്പൊ ഫാമിലിയിൽ നിന്നും കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഫ്രം സ്കൂൾ നമുക്കറിയാം കുട്ടിയുടെ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് സ്കൂൾ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം കുട്ടിയുടെ ഈ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? ക്ലിയർ ആയില്ല. പരസ്പരം സഹായിക്കുക, പരസ്പരം സഹായിക്കുക, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക, അനുസരിക്കുക, അതോടൊപ്പം പ്രാർത്ഥിക്കുക, ഷെയറിംഗ് പഠിപ്പിക്കുക. ഷെയറിംഗ് പഠിക്കുന്നത് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, പക്ഷെ ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി സ്കൂളിലും മാറി തുടങ്ങിയിട്ടുണ്ടല്ലേ? തുടങ്ങിയിട്ടില്ലേ? മുൻപ് അങ്ങനെയല്ലായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്? മുൻപ് ഒരു സൈഡിൽ ഗേൾസും ഒരു സൈഡിൽ ബോയ്സ് ആയിരുന്നു, ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മിക്സഡ് ആണ് മാം, ഇടയിലേക്ക് ഏറ്റിരുത്തും കുട്ടികളെ. അതെ അതെ, ഇതൊക്കെ വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണല്ലേ? മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറെ പേര് മാറാൻ തയ്യാറാകാത്തവരുണ്ട് അല്ലേ? ഡിസിപ്ലിൻ അതുപോലെ തന്നെ ചെറിയ ക്ലാസ് മുതലേ അവരുടെ വസ്ത്രധാരണം, ഡിസിപ്ലിൻ, ഫുഡ് കഴിക്കാനുള്ള തനിയെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് പഠിപ്പിക്കണം. ടീച്ചേഴ്സാണ് അതിന്. ടീച്ചേഴ്സ് വീടുകളിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ കുട്ടികൾക്ക് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് വീടുകളിൽ തനിയെ ചെയ്യാവുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസും പല കാര്യങ്ങളുണ്ട്. മേക്ക് ദ ബെഡ് വരെ. ഓക്കെ, പല കാര്യങ്ങളും വീടുകളിൽ നിന്ന് പഠിക്കാവുന്നതുണ്ട്. ഏതൊക്കെയായിരിക്കാം വീടുകളിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങള്? ഫുഡ് കഴിക്കാനായിട്ട്, ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് പഠിക്കണം, വേണ്ടേ? കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ സ്വന്തം കഴിച്ച പാത്രങ്ങൾ കഴുകാനായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, പങ്ക്ച്വാലിറ്റി പഠിക്കണം. ഡ്രസ് ചെയ്യാനായിട്ട്, ഓക്കെ, യൂണിഫോം തന്നെ ധരിക്കാനായിട്ട്. എണീറ്റ് വരുമ്പോ അവര് കിടന്ന പുതപ്പും തലോണയും ഇതൊക്കെ അവരെന്നെ മടക്കി വൃത്തിയാക്കി വെക്കണം. ഓക്കെ, വെരി ഗുഡ്. ദെൻ മാം, പിന്നെ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും അവിടേക്ക് നമ്മൾ എത്താൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കണം. നേരത്തെ ഒന്ന് ഇറങ്ങാം. ടൈം മാനേജ്മെന്റ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ തിരിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്ലേസിൽ തന്നെ വയ്ക്കാനായിട്ട് പഠിപ്പിക്കുക. ഓക്കെ, ബാക്ക് ടു പ്ലേസ്. ഓക്കെ, പ്ലേസിൽ തന്നെ എടുത്ത സാധനം തിരികെ വെക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, പഠിപ്പിക്കണം, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കണം അവര്. രമ്യ എന്തായിരുന്നു പറഞ്ഞ? ക്ലിയർ ആയില്ലടാ. നോട്ട്ബുക്കും ടെക്സ്റ്റുകളൊക്കെ കുഞ്ഞുനാളിലെ മുതൽ അവരോട് അത് നന്നായി പൊതിഞ്ഞ് നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് പഠിപ്പിക്കണം. നീറ്റായിട്ട് സൂക്ഷിക്കാൻ പഠിപ്പിക്കണം. ചില പാരന്റ്സ് ഉണ്ട് സ്കൂളിൽ നിന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്തു കൊടുക്കും കുട്ടികൾക്ക്, 4 ലൈൻസിലോ 2 ലൈൻസിലോ ഒക്കെ എഴുതാനായിട്ട്. നല്ല കാര്യമാണോ അത്?
അല്ല അത് ചില പാരന്റ്സ് കൊച്ചുങ്ങൾ എഴുതുമ്പോ അവരെഴുതി കൊടുക്കും. പക്ഷെ അത് ടീച്ചേഴ്സിന് അറിയാൻ പറ്റും. അത് അവർക്ക് തെറ്റായ വഴി കാണിച്ചു കൊടുക്കുകയാണ് ആ പാരന്റ്സ് ചെയ്യണത്. ഇതിലങ്ങനെ ഏതെങ്കിലും പാരന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് അടുത്തതിന് കുറെ കുട്ടികളെ ഇടയ്ക്ക് വിടാറുണ്ട് അങ്ങനെ. നമുക്ക് അറിയാൻ കഴിയും അത് അപ്പൊ തന്നെ. മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അവരെ എഴുതുന്ന ശൈലി നമുക്കറിയാം. നമ്മുടെ അടുത്ത് എഴുതുന്ന ശൈലിയും വീട്ടിൽ നിന്ന് എഴുതി വരുമ്പോഴുള്ള ശൈലിയും. അപ്പൊ തന്നെ നമ്മൾ ആ പാരന്റ്സിനെ വിളിച്ചിട്ട് എടുത്ത് കുഞ്ഞല്ല എഴുതി, കുഞ്ഞിനോട് ചോദിച്ചാൽ മതി. കുഞ്ഞിനോട് നമ്മൾ ചോദിച്ചാൽ മതി. കുഞ്ഞു പറയും ആരാ എഴുതിയെന്ന് വെച്ചാൽ അവര് പറയും, കൃത്യമായിട്ട് പറയും ആരാ എഴുതിയെന്നുള്ളത്. അപ്പൊ നിങ്ങളത് നമ്മൾ മീറ്റിങ്ങുകളൊക്കെ പറയും, നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. എഴുതിയില്ലെങ്കിൽ അവരിങ്ങ് പോന്നോട്ടെ, കുഴപ്പമില്ല. തെറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ any other point? നമ്മള് വീടുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും വൃത്തിയാക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യണതിന്റെ അപ്പൊ അവർക്കും ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കാം. അല്ലേ? അവരെ കൊണ്ട് ചെയ്യാൻ ചെടികള് നട്ടു വളർത്താനൊക്കെ അവരുടെ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാം. അതെ. പിന്നെ അവരെ ഡെയിലി ടൈം ടേബിൾ അവരെ കൊണ്ട് തന്നെ ബുക്സ് ഒക്കെ എടുത്ത് വെപ്പിക്കാൻ പഠിപ്പിക്കാം. ഒരു ദിവസം 2 ദിവസം നമുക്ക് അവരെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പിന്നെ എല്ലാം അവർ തന്നെ എടുത്ത് വെക്കുമ്പോ അതൊക്കെ ശീലാവും. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പൊ നെക്സ്റ്റ് എനിക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ബുക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവൾക്കറിയാം ഞാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തുണ്ടെന്ന് തപ്പിയെങ്കിലും എടുക്കാൻ പറ്റും. അത്രയും നമ്മൾ തീരെ അങ്ങ് വിവരമില്ലാത്ത കുട്ടീനെ പോലെ നമ്മളെല്ലാം ഫീഡ് ചെയ്ത് വലുതാക്കരുത്. കുറച്ചൊക്കെ അവരെ കൊണ്ട് അവരെ കാര്യങ്ങൾ ചെയ്യിക്കണം. ഓക്കെ സിജി. ദെൻ ചെയ്യാണ്ട് സമാധാനായിട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. അർജന്റായിട്ട് ചെയ്യാൻ ചില പിള്ളേരില്ലേ അർജന്റായിട്ട് ഇപ്പൊ എല്ലാം ശരിയാക്കി തരാം, ഇപ്പൊ നമ്മളോട് അത് ചെയ്യാൻ പറയുമ്പോ തന്നെ ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കി വലിച്ച് അവസാനം കോളമാക്കി കൈ തരും. അത് കൂടാണ്ട് സമാധാനായിട്ട് ചെയ്താലും ഇതൊക്കെ ശരിയാവുമെന്ന് അവരൊന്ന് മനസ്സിലാക്കിക്കുക. സമയം എടുത്താലും കുഴപ്പമില്ല. സമയം എടുത്താലും കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ബാഗ് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക, ടിഫിൻ കിച്ചണിൽ കൊണ്ടുവയ്ക്കുക, അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക. ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി അവരിൽ വളർത്തിയെടുക്കണം. ക്ലിയർ ആയില്ലായിരുന്നു? ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി. ഓക്കെ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി വളർത്തിയെടുക്കണം കുട്ടികളിൽ. അതെങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും ഹെൽപ്പിംഗ് മെന്റാലിറ്റി? നമ്മൾ ചെയ്യുന്നത് കാണണം അവര്. ഇപ്പം ഈവൻ നമ്മള് ക്ലാസ് റൂമിൽ ടിഫിൻ കഴിക്കുമ്പോഴാണേലും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ കുട്ടികളിൽ ഒരു ഷെയറിംഗ് ആയിട്ടും, പിന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു കാര്യം മറന്നുപോയി, നമ്മുടെ ആക്ഷൻ സോങ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ക്ലാസ്. ആക്ഷൻ സോങ് ആരാണ്? ഞാൻ ചെയ്യാം മാം. അലോഷ്യ. ഓക്കെ. അലോഷ്യ. അലോഷ്യ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? അല്ല, അത് പിന്നെ ചെയ്യേണ്ടതാ മാം, ഇപ്പല്ല. ഓക്കെ. കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്തോളൂ. വീഡിയോ ഓൺ ആക്കിക്കോളൂ. ഞാൻ ചൊല്ലട്ടെ മാം? ഓക്കെ. വീഡിയോ കാണുന്നുണ്ടോ? അലോഷ്യയുടെ വീഡിയോ കാണുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, വീഡിയോ ഓൺ ആക്കുന്നില്ല. വീഡിയോ ഓൺ ആക്കും അലോഷ്യ. I can dance. ഹലോ, നീക്കി വെക്കാവോ ക്യാമറ, ഫോൺ? ഓക്കെ മാം, ചെല്ലട്ടെ? ഓക്കെ, കണ്ടിന്യൂ.
Oh, I can dance, I can swing, I can sing. Na na na, na na na. Can you jump? Can you jump really high? I can jump, I can jump really high. Can you jump just like me? I can jump higher. 1, 2, 3. I can dance, I can swing, I can sing. Na na na, na na na. You can run, you can run. You are really fast with me. I can run really fast. Can you run fast like me? I can run fast. 1, 2, 3. Oh, na na na. Thank you, ma'am. ഓക്കെ അലോഷ്യ. സ്വന്തമായിട്ട് എഴുതിയ റൈമായിരുന്നോ? അല്ല. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ആക്ഷൻ ഒന്നും കണ്ടില്ലല്ലോ. ജസ്റ്റ് ഇനി സിറ്റ് ചെയ്ത് ആക്ഷനായിട്ട് പാടാം മാം. ഓക്കെ ഓക്കെ. ഇങ്ങനെയാണോ ക്ലാസ് എടുക്കാൻ പോകുന്നത്? ആക്ഷൻ സോങ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഞാൻ ഇമ്പ്രൂവ്മെന്റ് ആവാം. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് എഴുതിയത് വായിച്ചെന്നല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ടൈം നന്നായിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്യാം മാം. പേരെന്താ? മിതു. ഓക്കെ, വീഡിയോ ഓൺ ആക്കിക്കോളൂ. കാണാം. Aeroplane, aeroplane up in the sky. Where are you going? Flying so high. Over the hills and over the seas. Aeroplane, aeroplane, please take me. Thank you. ഓക്കെ, വെരി ഗുഡ് മിതു, വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തോ. ഞാൻ ചെയ്തോ. പേരെന്താ? വിനീത. ഓക്കെ വിനീത. Brush, brush, brush your teeth, brush it every day. Properly, 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 properly brush it every day. Wash, wash, wash your face, wash it every day. Properly, 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 properly wash it every day. Comb, comb, comb your hair, comb it every day. Properly, 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 properly comb it every day. Eat, eat, eat your food, eat it every day. Properly, 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 properly eat it every day. Drink, drink, drink your milk, drink it every day. Properly, 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 properly drink it every day. Play, play, play your games, play it every day. Properly, 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 properly play it every day. Thank you, please. വിനീത, വെരി ഗുഡ്. വിനീത പാട്ട് പാടോ? നല്ല സൂത്തിങ് ആയിട്ടുള്ള വോയിസ്. നന്നായിട്ട് ചെയ്തോ. ഓക്കെ, നൈസ്, വെരി ഗുഡ്. സൂപ്പർ വിനീത. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആക്ഷൻ ഞാൻ പാടിക്കോട്ടെ. പേര് പറയൂ. ശില്പ. ശില്പ. ഓക്കെ, ശില്പ വീഡിയോ ഓൺ ആക്കിക്കോളൂ. അങ്ങോട്ട് പോയി. ഓക്കെ. How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Please tell me. How many fingers on two hands? How many fingers on two hands? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap
hands. Clap your hands with me. ഒരു ക്ലാപ്പ് കൊടുത്തേ. നന്നായിട്ട് ചെയ്തു കേട്ടോ ശില്പ, നന്നായിട്ട് ചെയ്തു. ഓക്കെ, ശില്പ ഒരു ഗുഡ് ടീച്ചർ ആയിരിക്കും. ഓക്കെ, കുട്ടികളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ട് ശില്പയ്ക്ക്. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതേപോലെ എല്ലാരും ചെയ്യാൻ നോക്കാം. ഓക്കെ, ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈം ഓക്കെ, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ പറ്റും, പക്ഷെ നമ്മളത് ഇമ്പ്രൂവ് ആക്കാം. ഓക്കെ, ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് ശില്പ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ആരൊക്കെയാ ഉള്ളത്? ഇനി ആരൊക്കെ പെർഫോം ചെയ്യാത്തത്? നെക്സ്റ്റ് ക്ലാസ് ഞാൻ ചെയ്യാം. പേര് പറയൂ. ഷബ്ന, ഷബീന, ഷബ്ന, ഷപ്ന. ഓക്കെ, ഷപ്ന. ദെൻ സൂര്യ ചെയ്തിട്ടില്ല. ദെൻ ഗിഫ്റ്റി. ഞാൻ ചെയ്യാം. ഞാൻ പേര് പറയൂ, പേര് പറയൂ. വിനീഷ, 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 ബി ബി. ബിനീഷ. ഓക്കെ, ദെൻ റുബിയ ചെയ്തിട്ടില്ല. തസ്രീഫിനെ ഞാൻ ഒരു ക്ലാസ്സിൽ വിളിച്ചതായിരുന്നല്ലോ. തസ്രീഫ അന്ന് മിസ് കുട്ടിക്ക് വയ്യാത്തോണ്ട് മിസ് ഞാൻ ചെയ്തിട്ടില്ല. നിദ, ദിശ, ജിഷ്ട. ഓക്കെ, മിസ് ഞാനും ചെയ്തിട്ടില്ല കേട്ടോ. മിസ് ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും പേര് പ്രിപ്പയർ ചെയ്തിട്ടില്ല. തസ്രീഫ, ജിഷ, സൂര്യ, ഗിഫ്റ്റി. മിസ് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, പ്ലീസ് മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. എല്ലാവർക്കും ചാൻസ് തരാം, എല്ലാവർക്കും ചാൻസ്. ഡോണ്ട് വറി, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഓക്കെ, പ്ലീസ് മ്യൂട്ട് ചെയ്തോളൂ. എന്റെ എക്കോ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് ഷബ്ന, തസ്രീഫ, ജിഷ, സൂര്യ, ഗിഫ്റ്റി, ദെൻ റുബിയ, ദെൻ ബിനീഷ. റൈറ്റ്, ബിനീഷ. ഓക്കെ, ഇത്രയും പേര് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ശില്പ ചെയ്തോട്ട് നല്ല ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ മാം. സ്റ്റോപ്പ്. എന്തോ എന്തോ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഓക്കെ മാം. യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്? ഹെൽപ്പിംഗ് മെന്റാലിറ്റി. സ്കൂളിൽ നിന്നും എങ്ങനെയൊക്കെയാണ് കുട്ടിയെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കുട്ടിയെ അഫക്ട് ചെയ്യുന്നത്? ഓക്കെ, അവരുടെ ഡെവലപ്മെന്റിന്റെയും അവരുടെ ഗ്രോത്തിന്റെയും ടൈമിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, നമ്മൾ ഫാമിലി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു, ദെൻ സ്കൂൾ, ടീച്ചർ. ഓക്കെ, അപ്പൊ പോയിന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നോ? എനി അതർ പോയിന്റ്? ഹെൽപ്പിംഗ് മെന്റാലിറ്റി പഠിക്കുന്നുണ്ട് കുട്ടി, ദെൻ ഷെയറിംഗ് പഠിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? മറ്റുള്ളവരെ സഹായിക്കാൻ പഠിക്കും. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ബിഹേവ് ചെയ്യാൻ പഠിക്കും. പഠിക്കുന്നില്ല, ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഒബേ ചെയ്യാൻ പഠിക്കുന്നില്ലേ? ഓക്കെ, ഗുഡ് മാനേഴ്സ് ആൻഡ് വാല്യൂസ് പഠിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ല? ഗുഡ് മാനേഴ്സ് ആൻഡ് വാല്യൂസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, സ്കൂളുകളിലൊക്കെ ഈ അവയർനെസിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോ ഗുഡ് ഹാബിറ്റ്സ് പഠിക്കുന്നു. ഗുഡ് ഹാബിറ്റ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എന്നാൽ കുട്ടികൾക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും ഇല്ലേ? എന്താ തസ്രീഫയാണോ? എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയില്ലടാ. കുട്ടികൾ പെട്ടെന്ന് കരയും. പെട്ടെന്ന് പലതരം തിങ്സ് അവർക്ക് സംഭവിക്കാറുണ്ട്. ചിലപ്പോ അവര് എന്തെങ്കിലും ടോയ്സിന് വേണ്ടിയോ, ചിലപ്പോ അതിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ചിലപ്പോ അലറിക്കറിയും കുട്ടികൾ. ഓക്കെ, പക്ഷെ അതിന്റെ ഡ്യൂറേഷൻ എത്ര ടൈം ആയിരിക്കും? കുറച്ച് ടൈം. വളരെ കുറച്ച് ടൈം, ഒരു ഷോർട്ട് ടൈമിലേക്കായിരിക്കും ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ,
ചിലപ്പോ ടോയ്സിന് വേണ്ടി ചിലപ്പോ അലറിക്ക് അറിയാ കുട്ടി അല്ലേ? ചാപ്റ്റർ കുറച്ച് സമയത്തിന് ശേഷം അവൻ എന്താണ് ചിലപ്പോ കളിച്ചിരുന്ന് കാണാം, കാർട്ടൂൺസ് കാണുന്നത് കാണാം, നല്ല എൻജോയ് ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പൊ അവന്റെ മൂഡ് സ്വിങ്സിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ടൈമാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാറുണ്ട്. ചിലപ്പോ ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ആ ടീച്ചറെ, കുട്ടികളെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോഴേ കുറച്ച് ദിവസത്തേക്ക് അവരിങ്ങനെ ഭയങ്കരമായിട്ടൊരു ആ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോന്നാ കുഴപ്പമില്ല, പാരന്റ്സ് കൂടെ നിൽക്കുന്തോറും അവർ കരഞ്ഞോണ്ടിരിക്കും. ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടാക്കി അപ്പൊ തന്നെ പാരന്റ്സ് പോവുക, ഗേറ്റിന്റെ അവിടെ വരെ പാരന്റ്സിന് അനുവാദമുള്ളൂ. നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ അകത്ത് കൊണ്ടുവന്ന് അവർക്ക് ആ ടോയ്സ് എടുത്തു കൊടുത്ത് അവരെ സെറ്റാക്കി അവരവിടെ ഇരുന്നോളൂ. പിന്നെ പാരന്റ്സിനോട് അവിടെ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കോളാൻ പറയും. പാരന്റ്സിനെ ആരും നമ്മൾ അങ്ങനെ നിർത്തില്ല. വൺ ഡേ മാത്രമാണ് പാരന്റ്സ് കൂടി വരാൻ പാടുള്ളൂ. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഷോർട്ട് ടൈമിലോട്ടായിരിക്കും അവരുടെ ഇമോഷൻസ് വരുന്നത് അല്ലേ? അത് പെട്ടെന്ന് മാറുകയും ചെയ്യും, റൈറ്റ്? ഇമോഷൻസിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ചൈൽഡ് അല്ലേ? ഇമോഷൻസിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്താ തസ്രിഫ? അതെ മാം. ഓക്കെ ഓക്കെ. then any other experience? മിസ്സേ, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല കുട്ടികളുടെ അടുത്ത്. പാർഷ്യാലിറ്റി കുട്ടികളുടെ അടുത്ത് കാണിക്കാൻ പാടില്ല. പാർഷ്യാലിറ്റി കാണിക്കുക, നമ്മൾ എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്കസ് ചെയ്ത പോയിന്റ് അല്ലേ? നമ്മളെല്ലാവരും ഈക്വൽ ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുട്ടികള് പിണങ്ങി പോയിട്ട് ഓരോ അപകടങ്ങൾ വരുത്തി വെക്കുക, തീരെ സഹിക്കാൻ ഈവൻ നമ്മുടെ റിസൾട്ട് വന്നാൽ പോലും അല്ലെ, പലതരം ന്യൂസ് അത്തരത്തിലുള്ളത് വരാറുണ്ട് അല്ലേ? അതെ അതെ. ഇപ്പൊ ഈ 2-3 ദിവസം മുന്നേ ഒരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടി വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് പോയിട്ട് പിന്നെ കിട്ടണത് ഒരു കുളത്തിന്നാ. ഈ 2 ദിവസം മുന്നേ ന്യൂസിൽ കണ്ടത്. അപ്പൊ മെന്റലി അവർക്ക് കുറച്ച് സ്ട്രെങ്ത് കിട്ടണം. ഒട്ടും സഹിക്കാൻ പറ്റാത്ത, തീരെ സഹനശക്തി ഇല്ലാതെയാണ് മിക്ക കുട്ടികളും വളർന്നുകൊണ്ടിരിക്കണം. മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കാത്തതിന് വഴക്കിട്ട് പോയിട്ട് ഓരോന്ന് ചെയ്യാ, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ. ആ ധൈര്യം വരുന്നത് വീട്ടിൽ നിന്നല്ലേ, ഫാമിലിയിൽ നിന്നാണല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഗീതു, ഞാൻ പറഞ്ഞത് അല്ല മിസ്സേ, പിള്ളേർക്ക് ഇപ്പൊ മിക്ക കുട്ടികൾക്കും തീരെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വഴക്കിട്ട് പോവുക. ഇപ്പൊ ആത്മഹത്യ തന്നെ ചെറിയ പ്രായം ഒരു ഇതാവണമെന്നൊന്നുമില്ല. ഇപ്പൊ 10 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ വരെ ആ ഒരു ഇത് ചെയ്ത് കാണുന്നു. ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. മൊബൈല് റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിന് ഒരു ന്യൂസ് കണ്ടായിരുന്നു, കുട്ടി പോയി ആത്മഹത്യ ചെയ്തിട്ട്. ഇവിടെ അടുത്ത് എന്റെ സ്ഥലം വാടാനപ്പള്ളിയാണ്. ഇവിടെ കുറച്ച് ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ് മൊബൈല് റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിന് അമ്മേനോട് വഴക്കിട്ട് ടെറസിന്റെ മുകളിൽ പോയി പേടിപ്പിച്ചതാണ്, മേത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട്. പക്ഷെ അത് കാര്യമായി, കുട്ടി മരിച്ചു. അങ്ങനെയൊക്കെ. അപ്പൊ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു മെന്റലി കുറച്ച് അതെങ്ങനെ പിള്ളേരിൽ ഉണ്ടാക്കിയെടുക്കാന്ന് അറിയില്ല. ഒരു പരിധി വരെ പാരന്റ്സ് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു പിള്ളേർക്ക് എല്ലാം പറയണത് തന്നെ അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കുക. പിന്നെ ഓരോ അവഗണനകളൊക്കെ നേരിടാനൊരു മാനസികമായിട്ടൊരു ഇതില്ലാതെയാണ് കുട്ടികള്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെയാണ് തോന്നണത്. അതെ, പല സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. ഓക്കെ, നമ്മൾ അധികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം ഗേൾസ് ആയിട്ട് അവരെ അഫക്ട് ചെയ്യും അല്ലേ? പിന്നെ മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം, എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. കൺഫ്യൂഷനിലാണ്. അവർക്ക് സ്നേഹത്തിൽ പറഞ്ഞാലാണോ മനസ്സിലാവുക, ശാസിച്ചാൽ മനസ്സിലാവോ, എങ്ങനെയാണെന്ന് പലപ്പോഴും പാരന്റ്സ് കൺഫ്യൂഷനിലാവുക.
കൺഫ്യൂഷൻ. അതെ. ടീച്ചറെ, പിള്ളേർക്ക് എന്ന് വെച്ചാൽ എല്ലാരും സാധിച്ചു നമ്മൾ കൊടുക്കരുത്. അവര് പറയുന്നതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ എല്ലാരും എനിക്ക് കിട്ടും എനിക്ക് എല്ലാം കിട്ടും എന്നുള്ള ഒരു തോന്നൽ വരും. നോ പലരോട് നോ പറയുന്നിടത്ത് നോ തന്നെ നമ്മൾ പറഞ്ഞ് അവരെ ശീലിപ്പിക്കണം. പിന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അത് അവര് തന്നെ അത് കുട്ടികളായിട്ട് തല്ലുപിടിച്ചിട്ടാണെങ്കിലും ആ പ്രശ്നം അവര് തന്നെ സോൾവ് ചെയ്യാനായിട്ട് അവരെ തന്നെ സോൾവ് ചെയ്യണം. അത് നമ്മള് കാരണന്മാരെ ഇടപെട്ട് അത് പ്രശ്നം വലുതാക്കാതെ അവര് പിള്ളേര് തന്നെ സോൾവ് ആക്കാൻ അവരെ തന്നെ ശീലിപ്പിക്കണം. പിന്നെ എന്ന് വെച്ചാ ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ചാൽ 1-2 പിള്ളേരേ ഉള്ളൂ. എന്ന് വെച്ചാൽ കാരണന്മാര് എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചാലും ആ ദുരിതങ്ങളൊന്നും മക്കള് അനുഭവിക്കരുതെന്ന് വിചാരിച്ചാണ് മക്കളെ വളർത്തണേ. അത് പാടില്ല. നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മുടെ വരുമാനം എന്താണോ അത് പിള്ളേരെ അറിഞ്ഞിരിക്കണം. നമ്മുടെ പപ്പയുടെയും അമ്മയുടെയും വരുമാനം അനുസരിച്ച് ജീവിക്കാൻ പിള്ളേരെ ശീലിപ്പിക്കണം. ഇപ്പൊ മറ്റു പിള്ളേര് സ്കൂളിൽ നിന്ന് വരുമ്പോ ഉള്ള കടയിൽ കയറി എല്ലാ സാധനങ്ങളും മേടിച്ച് തിന്നുന്നത് കണ്ടിട്ടാണ് പിള്ളേര് വന്നെ. പക്ഷെ അവര് വീട്ടിൽ വരുമ്പോ കാരണന്മാരോട് ചോദിക്കുമ്പോ അവർക്ക് കിട്ടാണ്ടാവുമ്പോ അവരൊക്കെ കാരണന്മാര് മേടിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് മാത്രം മേടിച്ചു തന്നില്ല, ഒരു സ്നേഹം ഇല്ല എന്ന് അവർക്ക് തോന്നും. അങ്ങനെ നമ്മള് അവര് അത് പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹം കൊണ്ടല്ല, നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ അവരെ ശീലിപ്പിക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. അതെ, എല്ലാ സിറ്റുവേഷൻസും ഷെയർ ചെയ്യണം അവരോട്, അല്ലേ? എല്ലാം അറിഞ്ഞു വേണം കുട്ടികൾ വളരാനായിട്ട്. ഓക്കെ, ദെൻ ആൽക്കഹോളൊക്കെ അഡിക്റ്റ് ചെയ്യില്ലേ? അതായത് ഇപ്പൊ എന്റെ അപ്പം വെള്ളമടിക്കും, എന്റെ പേരും വെള്ളമടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു വളർന്ന ഞാനായിരിക്കും, ഞാനും എന്റെ ചേച്ചിയും കണ്ടു വളരണം. പക്ഷെ അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ആ വെള്ളം അടിച്ച് വന്നിട്ടുള്ള ആ വഴക്കും കണ്ടു വളർന്ന ഞങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെ കുട്ടികൾ കാണാതിരിക്കട്ടെ. കാരണം ചിലപ്പോ അച്ഛനമ്മയും തമ്മിൽ വഴക്കുണ്ടാവും, ആ വഴക്ക് അവരുടെ തീരെ അല്ലെങ്കിൽ മനസ്സിലാവട്ടെ. നമുക്ക് അച്ഛനമ്മയും വഴക്കുണ്ട്, അത് അവരുടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഈ വെള്ളം അടിക്കുക, വലിക്കുക, ഇപ്പൊ നമ്മുടെ വീട്ടിലെ അപ്പൂപ്പന്മാരുള്ള അവര് വലിക്കും. ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഈ പിള്ളേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, അവരുടെ മുമ്പിലൊക്കെ ഇതെടുത്ത് വെക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചില വീട്ടില് ഇങ്ങനെ ചുരുട്ടി വെറുതെ പേപ്പർ ചുരുട്ടി അവര് നോക്കണം, അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ. അപ്പൂപ്പൻ ചെയ്യണ കണ്ടിട്ട് അവര് വെറുതെ പേപ്പർ ചുരുട്ടി ഒന്ന് വായി വെക്കുക. അങ്ങനെ ചെയ്യാം, ഇമിറ്റേറ്റ് ചെയ്യാൻ ചെയ്യാം. അതുകൂടാതെ ഒരു ഗ്യാപ്പ് കിട്ടിയാണെങ്കിൽ അവര് ഫ്രണ്ട്സുമായിട്ട് കൂടി അത് ചെയ്യുകയും ചെയ്യും. അതില്ലാണ്ടാക്കുക, ആൽക്കഹോൾ അഡിക്ഷൻ ഒക്കെ മാറ്റുക, വലി കുടി അങ്ങനെയുള്ള സംഭവങ്ങള് അതൊക്കെ കൊള്ളില്ല എന്ന് അവരെ ബോധിപ്പിക്കുക. ചെറുപ്പത്തിലെ കുട്ടികളെ വാല്യൂസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പറഞ്ഞ ആൽക്കഹോളിന്റെ ആ സിറ്റുവേഷൻ പറഞ്ഞില്ലേ, അത് കണ്ടിട്ട് 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയാസ് നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്താൽ സോഷ്യൽ മീഡിയ വളരെ നല്ലൊരു കാര്യമാണ്, അല്ലേ? ഇപ്പൊ നെഗറ്റീവ്സ് ഓക്കെ, ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിനുള്ള ഒരു സോഴ്സ് ആണ് സോഷ്യൽ മീഡിയ. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക ചെറുപ്പത്തിലെ വാല്യൂസിന്റെ ഇമ്പോർട്ടൻസ്, ഗുഡ് എന്താണ് ബാഡ് എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കാര്യങ്ങൾ, അറിവുകൾ അവന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂ ടീച്ചർ. അതേപോലെ ഈ കൊച്ചു കുട്ടികള് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ അവര് ചിലപ്പോ ടീച്ചർ തന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് ആ ഒരു ഇതിങ്ങനെ വന്ന് വീട്ടിൽ പറയുമല്ലോ. അപ്പൊ ചില പാരന്റ്സ് കുട്ടികൾ ടീച്ചർ നമുക്ക് തല്ലാം, ആ ഒരു ഇതില് കുഞ്ഞു മനസ്സിനെ വളർത്തും. പക്ഷെ അവര് വളർന്നു വരുമ്പോ അവരുടെ ഇതിലെന്താ, ടീച്ചർമാരെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും ടീച്ചർമാരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഇത് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടെൻഡൻസി പാരന്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാലാണ് പഴയ ഒരു തലമുറയിൽ എങ്ങനെ ഗുരുനാഥന്മാരെയും പാരന്റ്സിനെയും ബഹുമാനിച്ചു ആ ഒരു ഇതിലേക്ക് കുട്ടികൾ പോവുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ബഹുമാനം കുറവാണ് ഗുരുനാഥന്മാരോട്.
അത് മാത്രമല്ല നമ്മളിപ്പോ ചെറുപ്പത്തിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ പാരന്റ് ടീച്ചറിനെ തല്ലാം എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പൊ ആരും അവരോട് ആരും അവരെ എതിർത്താലും അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഇങ്ങനത്തെ ചിന്തകളായിരിക്കും, ഇങ്ങനത്തെ തോട്ട്സ് ആയിരിക്കും അല്ലേ? അതെ 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 ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് ആണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതെയോ? ഓക്കെ മാം. ചെറിയൊരു പോയിന്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ജസ്റ്റ് വരുമ്പോ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Okay, ma'am. Take a nice talk. Thank you, ma'am. Thank you, ma'am.